ചളിയല്ലേ, കഴിച്ചോ കഴിച്ചോ, ഇതൊന്നും ഒരു പടിയില്ല. വയനാട് മുണ്ടക്കയത്തുണ്ടായ കേരളം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ്. പ്രതികൂല സാഹചര്യങ്ങളെ പോലും വകവയ്ക്കാതെ കൈമേയ് മറന്ന് അവിടെ ഓരോരുത്തരും രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഒരു പ്രകൃതിക്കും നമ്മുടെ നാട്ടിലെ മനുഷ്യരെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് മലയാളികൾ ഓരോ തവണയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അവശ്യ സാധനങ്ങൾ നിറച്ചുകൊണ്ടുള്ള വണ്ടികൾ വയനാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതുകൊണ്ട് തന്നെ നമ്മുടെ കരുതൽ എത്രത്തോളമാണ് എന്ന് ഇതിലും നന്നായി എങ്ങനെയാണ് വിളിച്ചു പറയാൻ കഴിയുക? അത്തരത്തിൽ കൂടെയുള്ളവന്റെ വയറു നിറയ്ക്കാൻ ചെറുപുഞ്ചിരിയോടെ ഭക്ഷണം നീട്ടുമ്പോൾ നിറയുന്നത് ഇത് കാണുന്ന ഓരോരുത്തരുടെയും മനസ്സുകൂടിയാണ്. മനസ്സിനെ കുളിർപ്പിക്കുന്നതും ഒപ്പം തന്നെ അവരുടെ കഷ്ടപ്പാട് വിളിച്ചു പറയുന്നതുമായ നിരവധി ദൃശ്യങ്ങളും ആ ദുരന്ത ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ, കരുതലിന്റെ ഒരു യഥാർത്ഥ മലയാളി സഹജീവികളെ പരിഗണിക്കുന്നത് എങ്ങനെയാണ് എന്നതിന്റെ ഉത്തമ ഉദാഹരണമായ ഒരു ദൃശ്യം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഇന്നുവരെ കാണുകയോ അറിയുകയോ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ആ ദുരന്തമുഖത്ത് ഇന്നും പലരും അവരുടെ കടമകൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അവിടെ അവർക്ക് പരാതികളില്ല, മറ്റു പരിഭവങ്ങളില്ല, മതമോ ജാതിയോ പാർട്ടിയോ ഇല്ല. വിശപ്പും ദാഹവും പോലും അവരുടെ ദൗത്യത്തിന് ഒരു തരത്തിലും തടസ്സമാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം ജീവന്റെ ഒരംശമെങ്കിലും ബാക്കിയുള്ളവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതരായി പുറത്തെത്തിക്കുക ഉറ്റവരുടെ ജീവൻ ഇല്ലാത്ത ശരീരമാണ് എങ്കിലും അവസാനമായി കാണാൻ കൊതിക്കുന്നവർക്ക് വേണ്ടി ഏത് ചളിക്കുണ്ടിൽ നിന്നാണ് എങ്കിലും കണ്ടുപിടിച്ച് പുറത്തെത്തിക്കുക എന്ന ചിന്തകൾ മാത്രമേ ഇപ്പോൾ അവർക്ക് മുന്നിലുള്ളൂ. ജീവന് വേണ്ടി പിടയുന്നവർ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഒരു മലയാളിക്കും കഴിയില്ല. അത് തന്നെയാണ് ഇത്രയൊക്കെ ദുരിതങ്ങൾ മാറി മാറി കേരളത്തെ പിടിച്ചു കുലുക്കിയിട്ടും തകരാതെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഒരാപത്ത് വരുമ്പോൾ നമ്മൾ എന്നും ഒറ്റക്കെട്ടാണ്. നമുക്കുള്ളതിന്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നതിൽ ഒരു മടിയും കാണിക്കാറുമില്ല. തനിക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു പങ്ക് തന്നെ പോലെ തന്നെ കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാൻ മനസ്സ് കാണിച്ച ആ മനുഷ്യന്റെ മനസ്സിന്റെ വലിപ്പം കാണാതിരിക്കാനും കഴിയില്ല. കയ്യിൽ മുഴുവൻ ചളിയാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല, നീ വാ തുറക്ക്, ഞാൻ വായിൽ വെച്ചു തരാം എന്ന് പറഞ്ഞ് നൽകുന്ന ഈ ദൃശ്യം ഏതൊരു മലയാളിയെയും അഭിമാനം കൊള്ളിക്കുമെന്ന് മാത്രമല്ല, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ ഊർജം നൽകുകയും ചെയ്യുമെന്നതിൽ ഒരു സംശയവുമില്ല. മനസ്സിനെ മരവിപ്പിക്കുന്ന വാർത്തകളും കാഴ്ചകളും ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ നിരവധി ജീവനുകൾ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസകരമായ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ദുരന്തമുഖത്ത് രാജ്യത്തിന്റെ സൈന്യവും മറ്റെല്ലാ രക്ഷാസംഘങ്ങളും സജ്ജരാണ്. നാട്ടുകാരും മലയാളികളും മനസ്സിൽ നന്മയുള്ള ഓരോരുത്തരും രാവും പകലുമില്ലാതെ അവരെ കൊണ്ടാവുന്ന സഹായങ്ങളുമായി സജീവമായി തന്നെ വയനാടിന് ഒപ്പമുണ്ട്. നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നിനെ കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിത സ്ഥലങ്ങളിൽ ഉള്ളവർ അവിടെ തന്നെ തുടരുക. ജീവൻ രക്ഷപ്പെട്ടവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നമുക്കും കൈകോർക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള പ്രോ.